നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് KPCC. രാജി സമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ. തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾ അനാവശ്യ കേസുമായി തടസ്സപ്പെടുത്തുകയാണെന്ന് യൂസഫ് അലി. പാലപ്പള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളുടെ ഭീതിയിൽ പ്രദേശവാസികൾ. ഹോണടിച്ചതിലുള്ള വിരോധത്തിൽ ഉരകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ നിരവധി കേസുകളിലെ പ്രതികൾ. വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് KPCC. MLA സ്ഥാനം രാജിവെക്കുമെന്ന് KPCC രാഹുൽ മാങ്കൂട്ടത്തിലോട് ആവശ്യപ്പെട്ടു. KPCCയുടെ നിലപാട് AICCയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് INTUC യുവജന വിഭാഗമായ യങ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടന്ന യൂണിയൻ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയൽ പൊളിറ്റിക്സ് അല്ല, റിയൽ പൊളിറ്റിക്സ് ആണ് വേണ്ടത്. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യങ് വർക്കേഴ്സ് യൂണിയൻ എല്ലാ ജില്ലകളിലും യാത്രകൾ നടത്തുമെന്നും കാർത്തിക് ശശി അറിയിച്ചു. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വലിയ ശക്തിയായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. ESIയുടെ പരിരക്ഷയുടെ പുറത്ത് അവർ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ വെല്ലുവിളി, കടൽ മണൽ ഖനനം ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളുമായിട്ട് കേന്ദ്ര സർക്കാർ കടന്നു വരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ തൊഴിലാളി സംഘടന എന്ന നിലയിൽ INTUC ഇടപെടണം എന്നുള്ള ബോധ്യത്തിൽ INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ ആഴക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണ്ടെയ്നർ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഇപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴും മത്സ്യത്തൊഴിലാളികൾ വിളിക്കുകയാണ്. അപ്പോൾ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ അതിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം കൂടി, കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കക്ഷി ചേരാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്ന വിവരം കൂടി ഈ കമ്മിറ്റിയെ അറിയിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു മോഹൻ, AA മുഹമ്മദ് ഹാഷിം തുടങ്ങിയവരും സംബന്ധിച്ചു. പാർട്ടി പ്രതിസന്ധിയിൽ ആകരുതെന്നാണ് ആഗ്രഹമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആരോപണം വരുന്നതിന് മുൻപ് അവന്തിക വിളിച്ചിരുന്നു. തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പ്രവർത്തകർ തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നു. അവന്തികയെ പ്രവർത്തകൻ വിളിക്കുന്ന ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് ശബ്ദരേഖ പുറത്തുവിട്ടത്. തന്നെ സംഘടിതമായി ആക്രമിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി KPCCയിൽ ആശങ്ക. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക KPCCക്കുണ്ട്. BJPക്ക് വൻ മുന്നേറ്റമുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്യുമെന്ന ആശങ്കയാണ് KPCCക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കാത്ത സാഹചര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നാണ് സൂചന. ഒപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനുമാണ് ധാരണ. ഇതിലൂടെ വിഷയത്തിൽ പാർട്ടിക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാകുമെന്നാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെടുത്തത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് MA യൂസഫ് അലി പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാള് ഇവിടെ ആരംഭിക്കുന്നതാണ്. ഇടവേള. ഗോബോ നന്ദിയുടെ ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഓരോ ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തെരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. 2 ദിവസം മുൻപ് ചിമിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹോൺ അടിച്ചതിലുള്ള വിരോധത്താൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഊരകത്ത് വെച്ച് ഓട്ടോ ഡ്രൈവറായ ഊരകം കിസാൻ കോർണറിൽ മരത്തുവളപ്പിൽ വീട്ടിൽ രാമചന്ദ്രനെയാണ് ഹോൺ അടിച്ചതിൽ വിരോധം പുലർത്തി പ്രതികൾ മർദ്ദിച്ചത്. സംഭവത്തിൽ ഊരകം മാവിൻചൂട് മാക്കോത്തു വീട്ടിൽ അജിൽ, കാളത്തോട് പൊറ്റേക്കാട്ട് വീട്ടിൽ നയൻ കൃഷ്ണ എന്നിവരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അജിൽ 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നയൻ കൃഷ്ണ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച കേസിലെ പ്രതിയാണ്. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഹിരൺദാസ് മുരളി എന്ന വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. പീഡനക്കേസിൽ വേടനെതിരെ സമാനമായ പരാതികളുണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടു. എറണാകുളം ജില്ലയിലെ പറയാൻപാറ പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. ഇതിനെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പ്ലാന്റേഷൻ തൊഴിലാളികളെത്തി എണ്ണപ്പന മുറിച്ചുമാറ്റി. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യ മെമു സർവീസിന് തുടക്കമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. VK ശ്രീകണ്ഠൻ MP, മമ്മിക്കുട്ടി MLA, മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ദീർഘദൂര ട്രെയിനുകൾക്കും കണക്ഷനായി ഈ ട്രെയിൻ മാറും. രാത്രി 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10:05 നിലമ്പൂരിലെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് 4:55 ഷൊർണൂരിലെത്തും. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുതിക്കുന്ന വേഗത്തിൽ ഇന്നും റെയിൽവേ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ട്രെയിനിലെ യാത്ര എന്ന്. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് പശ്ചിമബംഗാൾ സ്വദേശി ഗൗതം സർക്കാരിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മറ്റം എളവള്ളി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ വൈശാഖ് ഉണ്ണികൃഷ്ണനാണ് റിമാൻഡിലായത്. 2024 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്ത്രീയെ വിവാഹം ചെയ്ത്
സ്ത്രീയുടെ മുൻ വിവാഹത്തിലുണ്ടായ കുട്ടികളെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പലപ്പോഴായി ബലമായി ലൈംഗിക പീഡനം നടത്തുകയായിരുന്നെന്ന് പറയുന്നു. പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നുവെങ്കിലും കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ തൃശൂർ ഈസ്റ്റ് പോലീസാണ് പിടികൂടിയത്. അകലാട് ബദർപള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിൽ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷ ഇല്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ എടക്കഴിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ ആചരിക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം കുറിച്ച് മിലാദ് വിളംബര റാലി നടത്തി. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ MICയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സബീൽ തങ്ങൾ പന്നിത്തടം, ജില്ലാ സെക്രട്ടറി PP മുസ്തഫ മൗലവിക്ക് പതാക കൈമാറി. പാണക്കാട് സാബിക്കലി തങ്ങൾ, കുമ്മനം നിസാമുദ്ദീൻ അസ്ഗരി, ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, ട്രഷറർ TS മുബാറക്, സെക്രട്ടറിമാരായ മുജീബ് റഹ്മാൻ വാഗ, TI അബ്ദുക്കരീം മാമ്പ്ര, KK സുലൈമാൻ ദാരിമി കടവല്ലൂർ, ഉസ്മാൻ ദാരിമി, അബ്ദുൾ നാസർ ഫൈസി കരൂപ്പടന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ കാലാവധി കഴിഞ്ഞ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം പഞ്ചായത്തിൽ താമസിച്ചിരുന്ന ചന്ദ്രാവതി എന്ന ശ്രീലങ്കൻ വനിതയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിക്കാട് സ്വദേശിയായ കാവുങ്ങൽ വീട്ടിൽ സ്റ്റാൻലി എന്നയാളുമായി വിവാഹിതരായ ഇവർ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാടുള്ള വീട്ടിൽ 2012 മുതൽ താമസിച്ചു വരുന്നതാണ്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കത്തിക്കുത്തും അറസ്റ്റ്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിലാണ് സംഭവം. അയൽവാസികളായ നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനും തൊടാത്ര വീട്ടിൽ ജിബിനും തമ്മിൽ ചെറിയൊരു തർക്കം. സെബാസ്റ്റ്യൻ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായയുമുണ്ട്. ജിബിന്റെ നായയുടെ മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. പൂച്ചയെ കണ്ടതോടെ നായ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് നായയുടെ അടുത്തേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജിബിൻ ചികിത്സ തേടി. പ്രതിയായ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ KG സജിൽ, CPO-മാരായ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും INTUC കർമ്മസേനകൾ രൂപീകരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ തൃശൂരിൽ നിർവഹിച്ചു. തൃശൂർ നിയോജകമണ്ഡലത്തിലെ 200 കർമ്മസേനാ പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. INTUC തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് K നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വെളൂർ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, KK ഇബ്രാഹിംകുട്ടി, ഷാജി കോടൻകണ്ടത്ത്, A പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപാട് കാലം സുപ്രീം കോടതി വരെ പോയി. അടക്കമുള്ള ഒരു 40 നിയോജകമണ്ഡലങ്ങളിലും 948 പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്.
തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അത്തം വെളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറും. മറുനാടൻ പൂക്കളുടെ കുത്തൊഴുക്കിലും നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത ഒരു വനിതാ കർഷകയെ പരിചയപ്പെടാം. കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകൾ സുമയയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത്. കാർത്യാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നു. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു, അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് സുമയ്യ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂകൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. TCV ന്യൂസ്, കയ്പമംഗലം. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലയ്ക്കപ്പറമ്പ് പറക്കാട് കനാൽ വളവിന് സമീപത്താണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിലിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രണ്ടാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്. കൊടുങ്ങല്ലൂർ കോടതിയിലെത്തുന്നവർ ഒരു മുക്കാലി കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചരിത്രം പേറുന്ന ഈ മുക്കാലിക്ക്. കുറ്റം ചെയ്തവരെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു. പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല. പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നു ഇതെന്നാണ് അറിവ്. എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത്. ഒരു പഴയകാലത്തെ കോടതിയുടെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം. ദീർഘകാലത്തെ ചരിത്രമൊന്നും ആർക്കും അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത്, എന്നാണ് അത് കൊണ്ടിട്ടത്, ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധിയുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് അടുത്തൂൺ പറ്റിയ ഈ മുക്കാലി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂരിൽ 500ഓളം ഗായകരും 30ഓളം നർത്തകരും ഒത്തുചേർന്ന് സമ്പൂർണ്ണ അഷ്ടപതി മഹാസമർപ്പണം നടത്തി. ഷൺമുഖപ്രിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. K മനോഹരൻ, VS സുനീവ്, മഹേഷ് അയ്യർ എന്നിവർ സംസാരിച്ചു. അനുരാധ മഹേഷിന്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിലാണ് അഷ്ടപതി സമർപ്പണം നടന്നത്. അനുപമ വർമ്മയും ശിഷ്യരും നാട്യാർപ്പണത്തിന് നേതൃത്വം നൽകി.
പരാതി ലഭിച്ച് 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബാഗ് കണ്ടെത്തി ഉടമയ്ക്ക് കൈമാറി. മാളയിൽ നിന്നും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓട്ടോ യാത്രയ്ക്കിടയിൽ വർക്കല സ്വദേശിനി മൈഥിലിയുടെ 10,000-ൽ താഴെ പണവും ആധാർ കാർഡ്, മൊബൈൽ ഫോൺ, മറ്റു പല രേഖകളും അടങ്ങിയ ബാഗ് നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് മൈഥിലി മാള സ്റ്റേഷനിൽ പരാതി നൽകി. അന്വേഷണത്തിനിടെ പുത്തൂർ സ്വദേശി ഗൗതം സുനിൽ റോഡിൽ നിന്നും ബാഗ് കിട്ടിയതായി പോലീസിനെ അറിയിച്ചു. മാള സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് ബാഗ് കൈമാറി. മഹാത്മാ സാംസ്കാരിക സമിതിയുടെ പുരസ്കാര വിതരണം തൃശൂരിൽ നടന്നു. പുരസ്കാര സമർപ്പണം പത്മശ്രീ കലാമണ്ഡലം ഗോപി നിർവഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണനും BK ഹരിനാരായണനും ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KP ഉദയനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 10,000 രൂപയും ശില്പവും പൊന്നാടയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചലച്ചിത്രതാരം ജയരാജ് വാര്യർ അധ്യക്ഷത വഹിച്ചു. ഷാജു പുതൂർ, സതീഷ് കുമാർ ചേർപ്പ്, KB പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹിതനിൽ മാത്രമല്ല സുഹൃത്ത് അവാർഡ് നേടിയിരിക്കുന്നത് ജയന് ഏറ്റവും പ്രിയപ്പെട്ട ഹരിനാരായണൻ ക്യാമ്പ് അറേഞ്ച്മെന്റിലുള്ള മുട്ടുചാന്തിക്കാരനായിരുന്നു. ഇവിടെ സമർപ്പിക്കും. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ 39ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. പൊതുസമ്മേളനം സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് NE ഭാസ്കര മാരാർ അധ്യക്ഷത വഹിച്ചു. പല്ലാവൂർ പുരസ്കാരം ലഭിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ ചടങ്ങിൽ ആദരിച്ചു. മേളപ്രമാണി പരക്കാട് തങ്കപ്പൻ മാരാർ, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി R വേലായുധൻ മാരാർ, ജോയിന്റ് സെക്രട്ടറി TV കുട്ടികൃഷ്ണൻ മാരാർ, ട്രഷറർ PM നാരായണൻ മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്തരം സംഘടനകൾക്ക് കൃത്യമായിട്ട് സ്ഥലവും ഒരു കെട്ടുറപ്പും ഇപ്പോഴുണ്ട് എന്നതൊരു സത്യമാണ്. അത് ഇല്ലാത്ത ഒരു സംഘടനയാണ് എൻ്റെ കാഴ്ചപ്പാട്. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRT എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം IK വിഷ്ണുദാസ്, KK ഷിജു, G നിഖിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. നൂറ്റാണ്ടിലേറെക്കാലത്തെ ബിസിനസ് പാരമ്പര്യ പൈതൃകവുമായി സാംസ്കാരിക നഗരിയുടെ വിശ്വസ്ത സ്ഥാപനമായി മാറിയ ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ ഏറ്റവും പുതിയ മെഗാ ഷോറൂം തൃശൂർ പാടൂക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പാരമ്പര്യവും പ്രൗഢിയും അടയാളപ്പെടുത്തി തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വിയൂർ സബ് ജയിലിനു സമീപം പാടൂക്കാട് പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ 2ാമത്തെ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളായ തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനും ചിറക്കേക്കാരൻ കുടുംബാംഗവുമായ ജെയ്ക്സ് ബിജോയിയും സിനി ആർട്ടിസ്റ്റ് ദിലീപ് മേനോനും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ചിറക്കേക്കാരൻ ആംബിയൻസ് പ്രൊപ്പറേറ്റർ സിൻഡോ ജോയ്, മാനേജിംഗ് ഡയറക്ടർ ജോയ്സ് സിൻഡോ, ചിറക്കേക്കാരൻ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ബിസിനസ് പ്രമുഖർ, സുഹൃത്തുക്കൾ, ജീവനക്കാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദ്യ വിൽപ്പന ജെയ്ക്സ് ബിജോയും ദിലീപ് മേനോനും ചേർന്ന് നടത്തി. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 3 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിൽ ഗോദ്രേജ്, ബോസ്, ഡോർസെറ്റ്, ബെസ്വുഡ്, പ്രാഡോ, ഡെൻവുഡ്, എപ്കോ ലൈഫ് സ്മാർട്ട്, പ്രോക്സിമ, തോംസൺ മൾട്ടിവുഡ്, മെറീനോ, നാമി, ഡിമാക്, ഓംനി തുടങ്ങി പുതിയൊരു ഭവനത്തിനാവശ്യമായ ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലവും കമനീയവുമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7022545308 9447615308. ഇന്നത്തെ സ്വർണ്ണനിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യപ്പെട്ട് KPCC, രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ. തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾ അനാവശ്യ കേസുമായി തടസ്സപ്പെടുത്തുകയാണെന്ന് യൂസഫ് അലി. പാലപ്പള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. ഹോണടിച്ചതിനുള്ള വിരോധത്തിൽ ഊരകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ നിരവധി കേസുകളിലെ പ്രതികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.